ക്ലാസ് 6 മലയാളം കേരള പാഠാവലി യൂണിറ്റ് 1 ചാപ്റ്റർ 3 കൊഴക്കട്ട. അപ്പോൾ കൊഴക്കട്ട എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ യൂണിറ്റിലെ മറ്റ് രണ്ട് പാഠങ്ങളുടെയും സമ്പൂർണ്ണ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് ടെസ്റ്റിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാഠത്തിൻ്റെ വിശദമായ ചോദ്യോത്തരങ്ങളും അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളടങ്ങിയ യൂണിറ്റ് ടെസ്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും തീർച്ചയായും കാണുക. നിങ്ങൾക്ക് ഇനി വരുന്ന ഓണപരീക്ഷയ്ക്കും അതേപോലെ തന്നെ യൂണിറ്റ് എക്സാമിനും മന്ത്ലി ടെസ്റ്റിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊഴക്കട്ട എന്ന പാഠമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊഴക്കട്ട എന്നാൽ എന്താണ്? ഒരു ഭക്ഷണ പലഹാരമാണ്. വളരെ വേഗത്തിലുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. കൊഴുക്കട്ട എന്നോ കൊഴുക്കട്ട എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല ഭാഷയിൽ പറയും. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ദിവാകരൻ വിഷ്ണുമംഗലം ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. ദിവാകരൻ വിഷ്ണുമംഗലം രചിച്ച കൊഴക്കട്ട എന്ന കവിത ബാല്യകാല ഓർമ്മകളും വലിയമ്മയുടെ വാത്സല്യവും ഗ്രാമീണ ജീവിതത്തിൻ്റെ മധുരവും നിറഞ്ഞതാണ്. മഴയത്ത് വയൽവരമ്പിലൂടെ വലിയമ്മ കൊണ്ടുവരുന്ന കൊഴക്കട്ടയ്ക്കായി കാത്തിരുന്ന കുട്ടിക്കാലത്തിൻ്റെ സന്തോഷം കവിക്ക് ഇന്നും മറക്കാനാവുന്നില്ല. ഇന്ന് പലവിധ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും വലിയമ്മയുടെ സ്നേഹത്തോടെ നൽകിയ കൊഴക്കട്ടയുടെ രുചി മനസ്സിൽ മായാതെ നിലനിൽക്കുന്നു. ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ മധുരം അതിൽ കലർന്ന സ്നേഹത്തിലും കരുതലിലുമാണെന്ന് കവിത ഓർമ്മപ്പെടുത്തുന്നു. കവിതയിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹത്തോടെ നൽകുന്ന ഭക്ഷണത്തിന് പ്രത്യേക രുചിയുണ്ട്. നമ്മളെ വീട്ടിൽ ആരെങ്കിലും നമുക്ക് ഭക്ഷണം അമ്മയൊക്കെ അല്ലെങ്കിൽ മുത്തശ്ശിയോ നമുക്ക് ഉണ്ടാക്കി തന്നാൽ അതിനുള്ള രുചിയൊന്ന് വ്യത്യസ്തമാണ് അല്ലേ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ നമുക്ക് എത്രയോ രുചികരമാണ് നമ്മുടെ വേണ്ടപ്പെട്ട സ്നേഹമുള്ള ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കി തരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു കവിതയിൽ കാണുന്നത് ഗ്രാമീണ ജീവിതം, അതിൻ്റെ ഒരു രസമാണ് ഇതിൽ പറയുന്നത്. അതേപോലെ കുടുംബ ബന്ധങ്ങളും മുത്തശ്ശിയെ കാത്തുക്കാണ് അമൂല്യമാണ്. ബാല്യകാല ഓർമ്മകൾ ജീവിതത്തിൽ എന്നും മധുരമായി നിലനിൽക്കുന്നു. അതേപോലെ തന്നെ വികസനത്തിനിടയിൽ നഷ്ടമാകുന്ന നാടൻ സംസ്കാരത്തെയും കവിത ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയാണ് കവിതയുടെ പ്രധാന ആശയം. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. മലഞ്ചെരുവിലെ ആദ്യത്തെ പ്രവർത്തനം കവിത ചൊല്ലാനാണ്. നിങ്ങൾക്കേറെ പരിചിതമായ താളവും ഈണവുമാണ് ഈ കവിതയ്ക്കുള്ളത്. ഇതേ താളത്തിലുള്ള പല കവിതകളും പാട്ടുകളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. സമാന താളമുള്ള പാട്ടുകളും കവിതകൾ കണ്ടെത്തി അവതരിപ്പിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആക്ടിവിറ്റി ഉള്ളത് കവിത ചൊല്ലാനാണ്. ഇനി അടുത്ത ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. കവിതയിൽ എന്തെല്ലാം കാര്യങ്ങൾ? മലഞ്ചെരുവിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവിതയിൽ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? അപ്പോൾ മലഞ്ചെരുവിൽ കൊച്ചു വീടുകളാണുള്ളത്, അവിടെ വിളക്കുകൾ കത്തുന്നുണ്ട്. അത് കവിതയിൽ എങ്ങനെയാണ്, എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. മലഞ്ചെരുവുകളിൽ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ മിന്നാമിനുങ്ങുമ്പോൾ ചിമ്മിനിക്കുന്നു എന്നാണ് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നേരമേറെ മോന്തിയായല്ലോ എന്ന് ആശങ്കപ്പെടാൻ എന്താവും കാരണം? ഉത്തരം എന്താണ്? മഴ ശക്തിയായി പെയ്യുകയാണ്. വലിയമ്മ ഇതുവരെ എത്തിയിട്ടില്ല. മഴയത്ത് വരമ്പിലൂടെ നടക്കേണ്ടതിനാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് കുട്ടി ആശങ്കപ്പെടുന്നു. വലിയമ്മ കൊണ്ടുവരുന്ന കൊഴക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? കൊഴക്കട്ടയിൽ രുചിക്കപ്പുറം വാത്സല്യം, സ്നേഹം, കരുതൽ, വലിയമ്മയുടെ പ്രയത്നം, ബാല്യകാല ഓർമ്മകൾ, കുടുംബ ബന്ധത്തിൻ്റെ മാധുര്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. വല്യമ്മയുടെ കൈകളുടെ സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? വലിയമ്മയുടെ കൈകളുടെ സ്പർശത്തെ പനി വന്നാൽ നെറ്റി തൊട്ട് നനവാർന്ന ശീല വെച്ച് തണുപ്പിക്കുന്ന കരസ്പർശ കുളിർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. പ്രകൃതിയിലും ജീവിതത്തിലും വന്നു ചേർന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് നോക്കാം പാഠപുസ്തകത്തിലെ വരികൾ. അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി. രണ്ടാമത്തെ വരികൾ നോക്കാം. അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി. അപ്പോൾ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്. ഇനി പ്രകൃതിയിലുള്ള മാറ്റത്തിന് നമുക്ക് ഉദാഹരണമായി വരികൾ ഏതൊക്കെയാണ്? വയലുകൾ നികന്നെങ്ങും നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട ഉയർന്നുവാൻ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചിത്രം വരയ്ക്കുന്ന വാക്കുകൾ. അപ്പോൾ നമുക്കൊരു വാക്മയ ചിത്രം എഴുതാനാണ്. മുനിന്നെ കത്തുന്ന മിന്നാമിനുങ്ങുമ്പോൾ ചിമ്മിനിക്കുടെ അകലിയായി കൂരതോർ
മലഞ്ചെരുവിൽ. ഈ വരികളിൽ ഒരു ചിത്രം തെളിയുന്നുണ്ടല്ലോ. വയൽവരമ്പിലൂടെ വരുന്ന വലിയമ്മയുടെ ചിത്രം കവിതയിൽ കാണാം. ഇതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാഴ്ചയെ അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട ഒരാളെ കുറിച്ചുള്ള വാക്കുകൾ ചിത്രമായോ ഗദ്യമായോ എഴുതാനാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് മഴക്കാഴ്ച അല്ലേ. മഴ പെയ്യുന്ന ഒരു പ്രകൃതി ദൃശ്യം നമുക്ക് എഴുതി നോക്കാം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഇനി മുത്തശ്ശിയെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഒക്കെ വാഗ്മയ ചിത്രങ്ങൾ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇതൊരു മോഡലാണ് മഴക്കാഴ്ച. മഴ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രകൃതി ദൃശ്യമാണ്. ചെറുതുള്ളികളായി മഴ പെയ്തു തുടങ്ങുമ്പോൾ മരങ്ങളും ചെടികളും കുളിർമയോടെ നനയുന്നു. ഇലകളിൽ മഴത്തുള്ളികൾ മുത്തുകൾ പോലെ തിളങ്ങുന്നു. വയലുകളും പുൽമേടുകളും പച്ചപ്പണിന് കൂടുതൽ മനോഹരമാകുന്നു. തവളകളുടെ കരച്ചിലും പക്ഷികളുടെ ശബ്ദവും പ്രകൃതിക്ക് കൂടുതൽ ഭംഗി നൽകുന്നു. മഴയുടെ തണുത്ത കാറ്റ് മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരുന്നു. കുട്ടികൾ മഴയിൽ കളിച്ചുല്ലസിക്കുന്ന കാഴ്ച കാണാൻ ഏറെ സന്തോഷമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വരികളിൽ നിറയുന്ന സൗന്ദര്യം. ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. സ്നേഹവും വാത്സല്യവും രുചിയും ഒത്തുചേർന്ന സുഖകരമായ അനുഭവമാണ് കവിത പകർന്നു തരുന്നത്. സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട, അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ്. ഇങ്ങനെ സുന്ദരമായ ഒട്ടേറെ പ്രയോഗങ്ങൾ കവിതയിലുണ്ട്. വരികളിൽ നിറയുന്ന സൗന്ദര്യം കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കൊയക്കട്ട ആസ്വാദനക്കുറിപ്പ്. ദിവാകരൻ വിഷ്ണുമംഗലം രചിച്ച കൊയക്കട്ട എന്ന കവിത സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ബാല്യകാല ഓർമ്മകളുടെയും മനോഹരമായ ആവിഷ്കാരമാണ്. മഴയത്ത് വയൽവരമ്പിലൂടെ വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടക്കായി കാത്തിരിക്കുന്ന കുട്ടികളുടെ സന്തോഷം കവി ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട, വാത്സല്യത്തിൻ പാൽനിലാവ് തുടങ്ങിയ മനോഹരമായ പ്രയോഗങ്ങൾ കവിതയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. പ്രകൃതി ഭംഗിയും ഗ്രാമീണ ജീവിതത്തിൻ്റെ ലാളിത്യവും കുടുംബസ്നേഹത്തിൻ്റെ മഹത്വവും കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്നേഹത്തോടെ നൽകുന്ന ഭക്ഷണത്തിൻ്റെ മധുരം ഒരിക്കലും മായില്ല എന്ന സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പലഹാരപ്പൊതിയും നഗര തീ വിഭവങ്ങളും. വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്കു പകരം നഗരത്തിലെ ഭക്ഷ്യവിഭവങ്ങൾ പ്രചാരത്തിലായി. നമ്മുടെ ഭക്ഷണശീലങ്ങളിലും മാറ്റം വന്നു. ഭക്ഷണവിഭവങ്ങളിലും ഭക്ഷണശീലങ്ങളിലും വന്ന മാറ്റങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തൂ. ചർച്ചയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചുമർ പത്രം തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ചുമർ പത്രിക ആദ്യം തയ്യാറാക്കാം. ഇപ്പോൾ ചർച്ചാക്കുറിപ്പ് നമുക്ക് എഴുതാം. അതിനു മുമ്പ് നമുക്കൊരു ചുമർ ചിത്രം തയ്യാറാക്കാം. അപ്പോൾ അതിലെ ഹെഡിങ് അങ്ങനെ കൊടുക്കുക. അപ്പം ഭക്ഷണ വിഭവങ്ങളിലും ഭക്ഷണശീലത്തിലും വന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. പഴയ കാലം എന്തായിരുന്നു? അതിൽ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. വീട്ടുകളിൽ തയ്യാറാക്കിയ നാടൻ പലഹാരങ്ങൾ കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ഇടയപ്പം, അച്ചപ്പം, നെയ്യപ്പം തുടങ്ങിയ പലഹാരങ്ങൾ. പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ചുള്ള ഭക്ഷണം. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ആരോഗ്യമുള്ള ശീലങ്ങൾ. ഇതൊക്കെ പഴയകാല അനുഭവങ്ങളാണ്. ഓക്കെ, ഇപ്പോഴത്തെ നമുക്ക് നോക്കാം ഇന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് എന്താണ്? ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, പാക്കറ്റ് ഭക്ഷണങ്ങൾ വ്യാപകമാണ്. കൃത്രിമ നിറങ്ങളും രുചിക്കൂട്ടുകളും ഉപയോഗിക്കും. വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ശീലം കുറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. പാരമ്പര്യ ഭക്ഷണങ്ങൾ മറന്നു പോകുന്നു. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വരുത്തേണ്ടത്? നാടൻ ഭക്ഷണം ശീലമാക്കാം, ആരോഗ്യം സംരക്ഷിക്കാം, പാരമ്പര്യം കാത്തുസൂക്ഷിക്കാം. നമുക്ക് ചർച്ചാക്കുറിപ്പ് തയ്യാറാക്കാം. എന്തൊക്കെയാണ് ഭക്ഷണരീതി വന്ന മാറ്റങ്ങൾ? അതാണ് ചോദ്യം. ഭക്ഷണരീതികളിൽ കാലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. പഴയ കാലത്ത് വീടുകളിൽ തന്നെ തയ്യാറാക്കിയ നാടൻ ഭക്ഷണങ്ങളായിരുന്നു കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. കപ്പ, ചക്ക, ചേന, കാച്ചിൽ, ഇലയട, കൊഴക്കട്ട, ഉണ്ണിയപ്പം തുടങ്ങിയ വിഭവങ്ങൾ ആരോഗ്യകരവും പോഷക സമൃദ്ധവുമായിരുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലവും നിലനിന്നിരുന്നു. ഭക്ഷണത്തിൽ സ്നേഹവും കരുതലും കുടുംബ ബന്ധങ്ങളുടെ മാധുര്യവും നിറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഭക്ഷണ രീതികളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, പാക്കറ്റ് ഭക്ഷണങ്ങൾ, ശീതളപാനീയങ്ങൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചു. തിരക്കേറിയ ജീവിതശൈലി കാരണം വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും കുറഞ്ഞു വരുന്നു. രുചിക്ക് പ്രാധാന്യം നൽകുമ്പോൾ ആരോഗ്യത്തിന് പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കുന്നില്ല. ഇതുമൂലം അമിതവണ്ണം, പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നു. അതിനാൽ
പാരമ്പര്യ ഭക്ഷണ രീതികളുടെ മൂല്യം തിരിച്ചറിയുകയും ആരോഗ്യകരമായ നാടൻ ഭക്ഷണങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും വേണം. നല്ല ഭക്ഷണശീലങ്ങൾ ആരോഗ്യകരമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 6 മലയാളം കേരള പാഠാവലി യൂണിറ്റ് 1 ചാപ്റ്റർ 3 മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കൊഴക്കട്ട എന്നാണ്. ഇതിനു മുമ്പ് നമ്മൾ അടുക്കള, ചട്ടിപ്പത്തിരി, അതേപോലെ കൊഴക്കട്ട, അങ്ങനെ 3 പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിലുള്ളത്. ഇനി നമ്മൾ ഈ യൂണിറ്റ് വിശദമായിട്ട് പഠിച്ചു. ഇനി യൂണിറ്റിൽ നിന്ന് 3 പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടാതെ കൊഴക്കട്ട എന്ന കവിത കൂടുതൽ അറിയാൻ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകാരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ചുരുങ്ങിയതൊരു ലൈക്കെങ്കിലും ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന ബെസ്റ്റീസ് ക്ലാസ്മേറ്റ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൊഴക്കട്ട എന്ന പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.